ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് ഒരു ചേരുവ മാത്രമേ ഇത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കൈ നനയാതെ ഇത് കുഴച്ചെടുക്കാനും പറ്റും. നമ്മൾ ഈ ഒരു പൊടി ആദ്യം വറുക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഗോതമ്പ് പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം പഞ്ഞി പോലെയാണ് ഈ ഒരു പുട്ടുള്ളതെന്ന്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആട്ടപ്പൊടിയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതിനായിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഈ ഒരു പഴം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പഴം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പഴം തന്നെ ചിലപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ആവശ്യം വരില്ല. നമുക്ക് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ആദ്യം ഒരു 2-3 ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുത്തിട്ട് 2 പീസ് പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും പഴം ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് 2-3 തവണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് പൊടി ഞാനിവിടെ 2 തവണയായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ 2 തവണ ഇതുപോലെ അടിച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാർ തന്നെ ചെയ്തെടുക്കണം. ഇത് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നിർത്തി ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ പുട്ടിന് കുഴച്ചെടുക്കുന്ന പോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ അല്ലാതെ ഇതിലേറെ കുറച്ചും കൂടെ നനഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അരിപ്പൊടി കൊണ്ട് പുട്ട് തയ്യാറാക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഒന്ന് നനവായിട്ട് വേണം കേട്ടോ ഗോതമ്പ് പൊടി കൊണ്ട് ചുട്ടെടുക്കുമ്പോൾ. അതല്ലെങ്കിൽ നമ്മൾ പുട്ട് ചുട്ടെടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഡ്രൈ ആയിട്ട് പൊടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് നനവ് വേണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നനവായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതെല്ലാം നനവ് കുറവായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു കഷ്ണം പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും ഇവിടെ നന്നായിട്ട് തന്നെ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ചുട്ടെടുക്കാനുള്ള പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ രണ്ടാമത്തെ പേജിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടെ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റിയിലേക്ക് ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തേങ്ങയും പിന്നെ പൊടിയുമായിട്ട് സാധാരണ പുട്ട് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊട്ട് ചുട്ടെടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ സമയം ഇത് വേവിച്ചെടുക്കണം കേട്ടോ, ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ആവി വന്ന ശേഷം ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ നമുക്ക് ചോറൊന്നും ചേർക്കാതെ പൊടിയൊന്നും വറുക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പഞ്ഞി പോലെയുള്ള പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്